ഹായ് ഓൾ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. നമുക്കറിയാം എന്താണ് ഹ്യൂമൻ ജീനോം. പോട്ടെ, ജീനോം എന്ന് വെച്ചാൽ എന്താ? ജീനോം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ആൻ ഓർഗാനിസം ആണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. സോ ജീനോം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ആൻ ഓർഗാനിസം. സോ അത് ഹ്യൂമണിന്റേതായത് കൊണ്ടാണ് നമ്മളതിന് ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ജീനോം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഓഫ് ഹ്യൂമൺ. ഓക്കെ, അപ്പൊ മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് ലാർജസ്റ്റ് ജീനോമാണ് ഹ്യൂമന്റെ ജീനോം എന്ന് പറയുന്നത്. അതിനെ സീക്വൻസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. സോ നമ്മുടെ 6 feet ഓഫ് DNA കണ്ടെയ്നിങ് മോർ ദാൻ 30K ജീൻസ്, അതായത് 6 feet ഓഫ് DNA-യില് 30K-യിലധികം ജീൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻ ഓവർ 3 billion ന്യൂക്ലിയോടൈഡ് പെയർസ്. സോ ഓൺലി 3%, നമുക്കറിയാം 100% ടോട്ടൽ ജീൻ എടുത്താല് അതിൽ 3% എന്ന് പറയുന്നത് അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോട്ടീനെ കോഡ് ചെയ്യാനും ബാക്കി 97% എന്ന് പറയുന്നത് ജങ്കു ആണ്. സോ US ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറയുന്ന 13 വർഷത്തെ ഒരു എഫേർട്ടാണ്. അത് കോർഡിനേറ്റ് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH ആണ്. ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ ഒരു ടൈം ലൈൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ 1986-ലാണ് ബർത്ത് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറയുന്നത്. തുടങ്ങി വെച്ചത് 1986-ലാണ്. 1990-ലാണ് പ്രൊജക്ട് കറക്റ്റായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തത്. അത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും ആണ്. പിന്നെ 1994-ലാണ് ജനറ്റിക് പ്രൈവസി ആക്ട് നിലവിൽ വന്നത്. പിന്നെ 1996-ലാണ് വെൽക്കം ട്രസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ജോയിൻ ചെയ്തത്. 1998-ലാണ് സെലീറ ജീനോമിക്സ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. പിന്നെ 1999-ലെ കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് ക്രോമസോം നമ്പർ 22, ഇതാണ് ഏറ്റവും ഫസ്റ്റ് സീക്വൻസ് ചെയ്ത ക്രോമസോം എന്ന് പറയുന്നത്. അതിന്റെ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്തു. 2000-ലെ കംപ്ലീഷൻ ഓഫ് വർക്കിംഗ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. 2001-ലെ വർക്കിംഗ് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തു. 2003-ലാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് കംപ്ലീറ്റ് ആയത്. ഈ ഒരു പ്രൊജക്ട് കണ്ടക്ട് ചെയ്തത് ഇന്റർനാഷണൽ ഹ്യൂമൻ ജീനോം സീക്വൻസിംഗ് കൺസോർഷ്യം, അതായത് IHGSC ആണ്. ഇതെന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രൊജക്ട് ആയിരുന്നു. സോ ഇതിലൊരു ഒരുപാട് കൊളാബറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതായത് 6 കൺട്രീസിന് 20 സെന്റേഴ്സ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആ 6 കൺട്രീസ് എന്ന് പറയുന്നത് UK, ചൈന, US, ഫ്രാൻസ്, ജർമ്മനി ആൻഡ് ജപ്പാൻ. സോ ഇതിൽ റാപ്പിഡ് ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ഡാറ്റയാണ് ഉണ്ടായിരുന്നത്. അടുത്തതാണ് സെലീറ ജീനോമിക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രൊജക്ട് ആയിരുന്നു.